കുറേ യങ് ലേഡീസ് ബ്രസ്റ്റിൻ്റെ സൈസ് കുറവാണ്, അതന്നെ അവരുടെ ഒരു കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ബ്രസ്റ്റ് സാഗ് ചെയ്ത് പോയി, സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, മുന്നത്തെ കമ്പയർ ചെയ്യുമ്പോഴേക്ക് നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് പേഷ്യൻസ് വരാറുണ്ട്. സോ ആസ് എ പ്ലാസ്റ്റിക് സർജൻ വാട്ട് യു ക്യാൻ ഡു ഫോർ ദിസ്? പ്ലാസ്റ്റിക് സർജറിയിൽ നമുക്ക് ബ്രസ്റ്റ് ലിഫ്റ്റ് പോലെയുള്ള സർജറീസാണ് ബ്രസ്റ്റ് സാഗിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് വരും. അതായത് നിപ്പിളിൻ്റെ സൈസ് അവർക്ക് ഒരുപാട് സാഗ് ചെയ്ത് കുറഞ്ഞെന്നുണ്ടെങ്കിൽ അതിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യം. മിക്കവാറും കേസുകളിൽ അവർക്ക് അത് മാത്രമായിരിക്കില്ല, അവർക്കൊരു ബ്രസ്റ്റിൻ്റെ വോളിയം കുറഞ്ഞു എന്നുള്ളതായിരിക്കും മിക്കവാറും ആൾക്കാരുടെ ഒരു ഇഷ്യൂ. അല്ലെങ്കിൽ അത് കാരണം കൊണ്ട് ഒരു കോൺഫിഡൻസ് ഇഷ്യൂസും കാര്യങ്ങളും. ബ്രസ്റ്റിൻ്റെ എൻലാർജ്മെൻറ്റ് സർജറീസ് തന്നെയാണ് ഓപ്ഷൻ. ബ്രസ്റ്റിലോട്ട് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറീസ് ആണ് അതിനകത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ. പലപ്പോഴും ചിലർ ഒരു തെറ്റായ ധാരണ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ പോരെ, കഴിച്ച ഭക്ഷണം മൊത്തം നമ്മളുടെ ബ്രസ്റ്റിനകത്തോട്ട് പോയിരിക്കാനായിട്ട് പറ്റൂല. നമ്മുടെ ശരീരത്തിന് ആകെ മൊത്തം തടി വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ എന്നാൽ പോലും ആൾക്കാർക്ക് ഹൈ മെറ്റബോളിക് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് തടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ പോലും എത്ര കഴിച്ചാലും തടി വയ്ക്കാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് സർജറീസ് തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ.